കലോത്സവ ഉദ്ഘാടന വേദിയിൽ ഇക്കുറി വ്യത്യസ്തമായൊരു കലാരൂപം ഉണ്ടായിരുന്നു. ഗോത്ര വർഗവിഭാഗക്കാരുടെ ഇടയിൽ കളിച്ചു വരുന്ന ഒരു കലാരൂപമാണിത്, മംഗലം കളി. അപ്പോൾ മംഗലം കളിയിൽ പങ്കെടുത്ത കുട്ടികളാണ് നമ്മളോടൊപ്പം ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും കുട്ടികൾ അവരുടെ അധ്യാപകരെ അവരെ പഠിപ്പിച്ച ഈ ഒരു കലാരൂപം പഠിപ്പിച്ച അവർ രണ്ട് അധ്യാപകരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ പലതരം കലകളുടെ ഒരു എന്താ പറയുക സംഗമ ഭൂമിയാണ് കലോത്സവം എന്നൊക്കെ പറയും. പക്ഷെ അന്യം നിന്ന് പോകുന്ന കലകളും ഇതിനിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമൊക്കെ ഈ കലോത്സവത്തിന് പിന്നിൽ അത്തരം ഒരു കലാരൂപമാണ് ഈ മംഗലം കളി. അപ്പോൾ അധികം ആരും ഇതിനെ പറ്റി കേട്ട് കാണില്ല. അപ്പോൾ നമുക്ക് ഈ മംഗലം കളി കളിച്ച ആളുകളോട് തന്നെ ഇതിനെ പറ്റി ചോദിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു, എന്താണ് ഈ കളിയെ പറ്റി പറയാനുള്ളത്? ഇത് സാധാരണ കാസർഗോഡുള്ളൊരു അവിടെയുള്ളൊരു കലാരൂപമാണെന്ന് അറിയാം. ബാക്കി ഇതിനെ പറ്റി ഒന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ? ഈ മംഗലം കളി എന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ കൈമാറി കിട്ടിയ ഒരു കളിയാണ്. പിന്നെ ഇത് കളിക്കുന്നതെന്ന് വെച്ചാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതായിട്ട് കളിക്കും. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന വാദ്യം എന്ന് വെച്ചാൽ തുടിയാണ്. തുടി ഉണ്ടാക്കുന്നത് വെച്ചാൽ മുരിക്ക്, കുമുത് അതിൻ്റെ എല്ലാം ഇത് വെച്ചാണ് അതിൻ്റെ കുറ്റി ഉണ്ടാക്കുന്നത്. പിന്നെ തോല്, മൃഗങ്ങളെ തോല് എല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് മെയിനായിട്ട് ആണുങ്ങളാണ് കൊട്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് വഴങ്ങൂല, ട്രെയിൻ ചെയ്ത് പഠിച്ചിട്ട് കൊട്ടുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ച് ട്രെയിൻ ചെയ്ത് എത്ര ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിട്ടാ എനിക്ക് പണ്ടേ കൊട്ടാനറിയാം. അപ്പം അതിന് ഇതാക്കിയത്. ഇതില് മറ്റൊരു കാര്യം, ഈ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇതിലുണ്ട്. അപ്പൊ അവർക്കാണ് ഇതിനെപ്പറ്റി കുറച്ചും കൂടെ നന്നായി അറിയാം. അപ്പൊ അവർ തന്നെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതും. അപ്പൊ നമ്മൾ ഈ കല്യാണ ദിവസം തലേന്ന് കളിക്കുന്ന ഒരു കളിയാണെന്നാണ് ഇത് ഞാൻ വായിച്ചപ്പോഴൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ കല്യാണ ദിവസം ഇത് കളിക്കാറുണ്ടോ? തലേ ദിവസം കളിക്കലുണ്ട്. കുറെ ഭയങ്കര ഇതായിട്ടുള്ളതാണ് കളിക്കല്. ഭയങ്കര ആഘോഷം പോലെ ഇതെല്ലാം കളിക്കുക. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികളാണോ അതോ കുറച്ച് മുതിർന്നവരാണോ ഇതിൽ പങ്കെടുക്കുക? എല്ലാവരും ഉണ്ടാവും. എല്ലാവരും ഒന്നിച്ച് കളിക്കും, കുട്ടികളും വലിയവരും. ഇതിൽ മെയിൻ പാട്ട് എന്ന് വെച്ചാൽ തുളൂലാന്ന് എല്ലാ പാട്ടും വരുന്നത്. അതിന് ഓരോരോ പാട്ടിനും ഓരോരോ ചരിത്രവും ഇതെല്ലാം വരുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ ഗാനം, അതായത് ഇപ്പോൾ ഓരോരോ പാട്ടെന്ന് പറയുമ്പോൾ ഓരോ വട്ടം കളിക്കുന്ന മംഗലം കളിക്ക് ഓരോ പാട്ടുകളായിരിക്കാം, അങ്ങനെയാണോ? ഒരു മംഗലം കളിയിൽ തന്നെ വേറെ പാട്ടുണ്ട്. നിങ്ങളുടെ ഈ തൊപ്പി, ഈ സംഭവമൊക്കെ, ഈ തൊപ്പിയൊക്കെ നിങ്ങൾ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ? ഇത് ആക്കി തരുന്നത്, വീട്ടിൽ നിന്ന് ആക്കി തന്നത്. അപ്പോൾ അങ്ങനെയാണ്. ഇത് നമുക്ക് പഠിപ്പിച്ച ടീച്ചറുടെയും കൂടെ ഒരു ഇത് ചോദിക്കാം, അഭിപ്രായം ചോദിക്കാം. ടീച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ലോണം കളിച്ചു കുട്ടികൾ. പിന്നെ ഇനി കളിയെ പറ്റി പറഞ്ഞാൽ ഇത് മാവില സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ മാത്രം കളിച്ചു വരുന്നൊരു കലയാണിത്. ഒരു ആചാര അനുഷ്ഠാന കലയാണിത്. പിന്നെ നമ്മളിപ്പോൾ മുതിർന്നവരാണ് കൂടുതൽ കളിക്കുന്നത്. മുതിർന്നവർക്ക് പണ്ടത്തെ എല്ലാവർക്കും അറിയാം ഈ കളി. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ പരമ്പരായിട്ട് ഇങ്ങനെ കൈമാറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കലയാണിത്. പിന്നെ വെച്ചാൽ ബാക്കി കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വാദ്യോപകരണം തുടിയാണ് ഇതിൻ്റെ വാദ്യോപകരണം. പിന്നെ നമ്മൾ കളിക്കുമ്പോൾ സാധാരണ വേഷത്തിലാണ് ഇത് കളിക്കുന്നത്. മുണ്ട്, ലുങ്കി, ബ്ലൗസ്, തോർത്ത്, പിന്നെ പാളത്തൊപ്പി ഇതെല്ലാം ഉപയോഗിച്ചാണ് കളിക്കുന്നത്. പിന്നെ കല്യാണ ദിവസങ്ങളിൽ മംഗലം കളി തന്നെ പേര് വന്നത് കല്യാണത്തിൻ്റെ ഒരു പേര് മംഗലം കളി എന്ന്. അങ്ങനെ മംഗലത്തിൻ്റെ ഒന്ന് തലേന്ന് ദിവസം പിന്നെ നമ്മൾ കളിക്കുന്നതാണ്. തലേന്ന് തൊട്ട് തുടങ്ങും, രാവിലെ വരെ ഉണ്ടാവും ഈ കളി. പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും പ്രായഭേദ വ്യത്യാസമൊന്നും ഇല്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും കളിക്കും ഇത്. അപ്പോൾ ഞാൻ മേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഒരു പൊട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആരും ഇതും കൂടെ മേക്കപ്പ് ഒന്നും ഇല്ല, മേക്കപ്പ് ഇടാൻ പാടില്ല അല്ലേ? സിമ്പിൾ. അപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇത് ഇപ്രാവശ്യം പ്രദർശന ഇനമായിട്ടാണ് കലോത്സവ ഉദ്ഘാടന വേദിയിൽ എത്തിയത്. അപ്പോൾ ഇവരുടെ കുറേ നാളത്തെ ഒരു ആവശ്യമായിരുന്നു ഇതൊരു മത്സര ഇനമാക്കി ഈ കലോത്സവ വേദിയിൽ എത്തിക്കണം എന്നുള്ളത്. ഇക്കുറി പ്രദർശന ഇനമായിട്ടും അടുത്ത കൊല്ലം തൊട്ടിട്ട് ഇതൊരു മത്സര ഇനമായിട്ട് കലോത്സവത്തിൽ എത്തിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് ഒരു അധ്യാപകനും കൂടെ ഉണ്ടായിരുന്നു സാറപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേരെ ഇവിടുത്തെ ബാക്കി കുട്ടികളുടെ കാര്യം കൂടെ ചോദിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിപ്പോൾ പ്രദർശനമായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത കൊല്ലം തൊട്ടൊരു മത്സര ഇനം ആക്കുന്നുണ്ടത്. അപ്പോൾ നിങ്ങളൊക്കെ മത്സരിക്കാൻ വരുമോ അങ്ങനെ ഉള്ളപ്പോൾ? കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ താഴെയുള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് നിങ്ങളെ പറഞ്ഞു വിടും ഇല്ലേ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? നിങ്ങളുടെ ഇടയിലുള്ള ഒരു കലാരൂപം അത് ഇത്ര വലിയൊരു വേദിയിലെത്തി ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നു, സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. എന്ത് മത്സരം കഴിഞ്ഞു അല്ലേ? മത്സരമല്ല, നിങ്ങൾ ഈ ഒരു പ്രദർശനം കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷവും ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ കാസർഗോഡ് നിന്ന് വന്ന് നമുക്ക് ഇവിടെ നമ്മുടെ ഈ പ്രേക്ഷകർക്കായി ഈ ഒരു
മംഗലം കളി അവതരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ ഡാൻസ് കൂടെ കാണണം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. അങ്ങനെ ഇവരുടെ ഈ മംഗലം കളിയിൽ ഒരു ഭാഗമാവാനുള്ള ആ ഒരു ഭാഗ്യം എനിക്കും കൂടെ ലഭിച്ചിരിക്കുകയാണ്. കൊല്ലത്ത് നിന്ന് രാജീവ് സുദേവനൊപ്പം കീർത്തന കേശവൻ, 24.